ടിറ്റെ ഖത്തർ ലോകകപ്പിലെ തോൽവിക്ക് ശേഷം പടിയിറങ്ങി കഴിഞ്ഞപ്പോൾ ബ്രസീലിനെ അലട്ടിയിരുന്ന ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. ബ്രസീലിനെ ഇനി ആര് പരിശീലിപ്പിക്കും? റാമൺ മെനസസും ഫെർണാണ്ടോ ഡിനിസും ഡൊറിബാൾ ജൂനിയറും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കാനറികളെ കരകയറ്റാൻ കഴിഞ്ഞില്ല. ഇവർക്കെല്ലാം കീഴിൽ ചില മത്സരങ്ങൾ വിജയിച്ചെങ്കിലും പ്രകടനത്തിന്റെ കാര്യത്തിൽ ഗ്രാഫ് താഴോട്ടായിരുന്നു. അന്നെല്ലാം നടന്ന പ്രധാന ചർച്ച എന്തുകൊണ്ടാണ് ബ്രസീലിയൻ പരിശീലകർ ദേശീയ ടീമിൽ പരാജയപ്പെട്ടു പോകുന്നത് എന്നതായിരുന്നു. എന്നാൽ ബദ്ധവൈരികളായ അർജന്റീനയിൽ നിന്നാവട്ടെ സ്കലോണി, സിമയോണി തുടങ്ങിയവർ പരിശീലകരായി ഉയർന്നു വരികയും ചെയ്തു. ബ്രസീലിയൻ ആരാധകരുടെ ഈ ആശങ്കകൾക്ക് പരിഹാരം എന്നോണം ബ്രസീലിൽ നിന്ന് തന്നെ ഒരു പരിശീലകൻ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. വേറാരുമല്ല, ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലെമംഗോയുടെ പരിശീലകനായ ഫിലിപ്പ് ലൂയിസ്. മുൻ ബ്രസീലിയൻ ഡിഫൻഡർക്ക് കീഴിൽ ഫ്ലെമംഗോ കോപ്പ ലിബർട്ടഡോറസ് കിരീടത്തിൽ മുത്തമിട്ടുകൊണ്ട് സൗത്ത് അമേരിക്കയിലെ രാജാക്കന്മാരായി മാറിയിരിക്കുന്നു. സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ പാൽമിറാസിനെ ഡാനിനോയുടെ ഒറ്റ ഗോളിൽ വീഴ്ത്തിയാണ് ഫ്ലെമംഗോ കിരീടം ചൂടിയത്. തുടർച്ചയായി 7ാം തവണയാണ് ഒരു ബ്രസീലിയൻ ക്ലബ്ബ് കോപ്പ ലിബർട്ടഡോറസ് കിരീടം നേടുന്നത്. മുൻ ഫ്ലെമംഗോ താരം കൂടിയായ ഫിലിപ്പ് ലൂയിസ് 2024 ജനുവരിയിൽ ഫ്ലെമംഗോയുടെ അണ്ടർ 17 ടീമിന്റെ പരിശീലകനായാണ് കരിയർ ആരംഭിക്കുന്നത്. ഒരു മാസത്തിന് ശേഷം ഫ്ലെമംഗോയുടെ അണ്ടർ 20 ടീമിന്റെ പരിശീലകനായി പ്രൊമോഷനും കിട്ടി. പരിശീലകനായി അതേ വർഷം ഓഗസ്റ്റിൽ നടന്ന അണ്ടർ 20 ഇന്റർകോണ്ടിനെന്റൽ കപ്പ് നേടിക്കൊടുക്കുകയും ചെയ്തു. 2024 സെപ്റ്റംബറിൽ ടിറ്റെ ഫ്ലെമംഗോയുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതോടെ യൂത്ത് ടീമിനെ മികച്ച രീതിയിൽ പരിശീലിപ്പിച്ചിരുന്ന ഫിലിപ്പ് ലൂയിസ് തന്നെ ആ സ്ഥാനത്തേക്ക് നിയമിക്കപ്പെടുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ കോപ്പാഡോ ബ്രസീലിന്റെ സെമി ഫൈനലിൽ കൊരിന്ത്യൻസിനെ വീഴ്ത്തി തുടക്കം. പിന്നീട് 2024 നവംബർ 10 നടന്ന ഫൈനലിൽ അത്ലറ്റിക്കോ മിനേരോയും വീഴ്ത്തിയതോടെ പരിശീലകനായി 2 മാസത്തിനുള്ളിൽ തന്നെ ക്ലബിന് ആദ്യത്തെ കിരീടം നേടിക്കൊടുത്തിരിക്കുന്നു. കോപ്പാഡോ ബ്രസീലും കോപ്പ ലിബർട്ടഡോറസും അടക്കം 4 ട്രോഫികളാണ് ഫ്ലെമംഗോയുടെ ഷെൽഫിൽ 1.5 വർഷത്തിനുള്ളിൽ എത്തിയത്. മാർച്ചിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്ന ബ്രസീലിയൻ ലീഗിലെ സീസൺ മധ്യത്തിലാണ് ഫിലിപ്പ് ലൂയിസ് ഫ്ലെമംഗോയുടെ പരിശീലകനായി എത്തുന്നത്. എന്നിട്ടും ആ സീസണിൽ 3ാം സ്ഥാനത്താണ് ഫ്ലെമംഗോ ഫിനിഷ് ചെയ്തത്. ഈ സീസൺ അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ബ്രസീലിയൻ ലീഗിൽ 1ാം സ്ഥാനത്താണ് ഫ്ലെമംഗോ. 5ാം കിരീടം ഒരു കൈയകലത്തിൽ മാത്രമെന്നർത്ഥം. കളിച്ച 36 മത്സരങ്ങളിൽ നിന്ന് 22 ജയവുമായി 75 പോയിന്റുകളാണ് ഫ്ലെമംഗോയ്ക്കുള്ളത്. ഈ സീസണിൽ ബ്രസീലിയൻ ലീഗിൽ സമഗ്രാധിപത്യമാണ് ഫ്ലെമംഗോ പുലർത്തുന്നത്. ഏറ്റവും കൂടുതൽ തവണ എതിർ ടീമുകളുടെ വലകുലുക്കി ക്ലബ്ബുകളിൽ മുന്നിൽ വേറാരുമല്ല. 36 മത്സരങ്ങളിൽ നിന്ന് 74 ഗോളുകളാണ് ഫ്ലെമംഗോ അടിച്ചുകൂട്ടിയിട്ടുള്ളത്. ഇതിൽ XG ആവട്ടെ 1.76 ആണ്. ഇക്കാര്യത്തിലും ലീഗിൽ ഒന്നാമത് ഇവർ തന്നെ. ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയ ലിസ്റ്റിലും ഫ്ലെമംഗോയെ വെല്ലാൻ ആളില്ല. 24 ഗോളുകൾ മാത്രമാണ് അവർ ഈ സീസണിൽ വഴങ്ങിയിട്ടുള്ളത്. അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് ഫിലിപ്പ് ലൂയിസിന് കീഴിൽ പുറത്തെടുക്കുന്നത്. അതേസമയം തന്നെ ഡിഫൻസിലും മികവ് പുലർത്തുന്ന സന്തുലിതമായ ടീമിനെയാണ് ഫിലിപ്പ് ലൂയിസ് വാർത്തെടുത്തിരിക്കുന്നത്. ഈ വർഷം ജൂണിൽ നടന്ന ക്ലബ്ബ് ലോകകപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഫ്ലെമംഗോയ്ക്ക് സാധിച്ചിരുന്നു. ക്ലബ്ബ് ലോകകപ്പ് ചാമ്പ്യന്മാരായ ചെൽസി ഗ്രൂപ്പ് ഘട്ടത്തിൽ വീഴ്ത്താനും അവർക്ക് കഴിഞ്ഞു. എന്നാൽ പ്രീ ക്വാർട്ടറിൽ ബയേണിന് മുന്നിൽ അവരുടെ പോരാട്ടം അവസാനിച്ചു. എന്നിരുന്നാലും യൂറോപ്യൻ വമ്പന്മാരെ വീഴ്ത്തിയ ഫ്ലെമംഗോയുടെ പ്രകടനം ഏറെ പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു. ക്ലബ്ബ് ലോകകപ്പിൽ മാറ്റുരച്ച മറ്റ് ബ്രസീലിയൻ ക്ലബ്ബുകളായ സെമി ഫൈനൽ വരെ എത്തിയ ഫ്ലുമിനൻസിന്റെയും ക്വാർട്ടറിൽ കടന്ന പാൽമിറാസിന്റെ പ്രകടനങ്ങളും ശ്രദ്ധേയമായിരുന്നു. ആൻസലോട്ടി ഇറക്കിയ ശേഷം ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്ത് ഫിലിപ്പ് ലൂയിസിനെ കാണാൻ സാധിക്കുമോ? അതോ യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബ് വന്ന് റാഞ്ചുമോ? കാത്തിരിക്കാം.